നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുകയും അതേസമയം നമ്മുടെ മുഖ്യമന്ത്രി ഒരു യാത്ര ചെയ്യുകയാണ്, വിനോദയാത്ര ചെയ്യുകയും എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് എത്രമാത്രം അവജ്ഞയാണ് ഉണ്ടാക്കുന്നത്. നികുതി നൽകുന്നതിന് എതിരായിട്ടുള്ള എത്രമാത്രം മനോഭാവമാണ് ഉണ്ടാക്കുന്നത്. ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അലവൻസുകൾ കുറയ്ക്കുകയോ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ അവരുടെ ശമ്പളമോ അലവൻസുകൾ കുറയ്ക്കുകയോ ആയിട്ടുള്ള യാതൊരുവിധ നടപടികളെക്കുറിച്ചും നാം കേട്ടിട്ടില്ല. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, സ്വാഗതം. ഈ മുൻകാലങ്ങളിലും നമ്മുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ വിദേശയാത്ര പോയിട്ടുണ്ട്. അതൊന്നും ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, വിവാദവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്ര കേരളത്തിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ വിവാദത്തിലും നിൽക്കുകയാണ്. അപ്പോൾ ഈ യാത്ര ഏതെങ്കിലും തരത്തിൽ അസ്ഥാനത്തുള്ള ഒരു യാത്രയാണോ? എനിക്ക് തോന്നുന്നത് ഇത് 100% അസ്ഥാനത്തുള്ള ഒരു യാത്രയാണെന്ന്. കാരണം ഒരു വശത്ത് സംസ്ഥാനം അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇന്നത്തെ പത്രത്തിൽ കണ്ടത് ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വിരമിച്ച ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റിയും അതുപോലുള്ള ബാധ്യതകളും തീർക്കാൻ ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്താൻ സർക്കാരിനാവുന്നില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിദേശയാത്ര, അതുകൊണ്ട് ഒരുപക്ഷേ സംസ്ഥാനത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം. ആ വിദേശയാത്രയോടൊപ്പം വിനോദയാത്രയും സമന്വയിപ്പിച്ചിരിക്കുന്നു എന്നാണ് അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ബാധ്യത എത്രയാണ് എന്നുള്ളതല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇവിടെ 1952 ഡോക്ടർ ജോൺ മത്തായി, അദ്ദേഹം നമ്മുടെ ധനകാര്യമന്ത്രി ആയതിനു ശേഷമാണ് ഈ 52 ടാക്സേഷൻ എൻക്വയറി കമ്മീഷന് ചെയർമാനായി. ആ കമ്മീഷനിൽ വളരെ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധർ ഉണ്ടായിരുന്നതാണ്. ആ കമ്മീഷനിലെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ആ കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, കമ്മീഷൻ റിപ്പോർട്ടിലുള്ള ഒരു കാര്യം ഇതാണ്: ഒരു സമൂഹത്തിൽ പിരിച്ചെടുക്കുന്ന പൊതുവിഭവങ്ങൾ, നികുതിയേതരമായി പിരിച്ചെടുക്കുന്ന വിഭവങ്ങൾ എത്ര കാര്യക്ഷമമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളെ നികുതി നൽകാൻ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് കാര്യം. ഒന്നോർത്താൽ കേരളത്തിലെ പൊതുവിഭവങ്ങളുടെ വിനിയോഗം നമ്മുടെ സാധാരണ ജനങ്ങളെ നികുതി നൽകാൻ പ്രേരിപ്പിക്കുമോ? ഒരുപക്ഷെ നികുതി വെട്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു ന്യായീകരണം കൂടി ആയി തീരുകയില്ലേ? നമ്മുടെ റോഡുകൾ നോക്കൂ, പാലങ്ങൾ അടക്കമുള്ള പൊതുസേവനങ്ങൾ അങ്ങേയറ്റം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിൽ മരുന്നില്ല, സ്കൂളുകളിലെ പാചകക്കാർക്ക് കൊടുക്കാൻ അവർക്ക് കൊടുക്കാനുള്ള ശമ്പളമടക്കമുള്ളത് കുടിശ്ശികയായിരിക്കുകയാണ്. നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഒരു ആശ്രയമായിട്ടുള്ള ക്ഷേമ പെൻഷൻ അത് 2500 2026 ഇലക്ഷൻ ആകുമ്പോൾ 2500 ആക്കണമെന്നാണ് നമ്മുടെ ഇടതുമുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. പക്ഷേ നമുക്കറിയാം 2021 1600 ആയിരുന്ന ഈ ക്ഷേമ പെൻഷൻ ഇന്നും അതേ നിലയിൽ തന്നെ നിൽക്കുകയാണ്. സത്യത്തിൽ ഇന്നത്തെ ഈ കാലങ്ങളിലെ വിലക്കയറ്റം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ 1600 രൂപയുടെ പെൻഷൻ്റെ മൂല്യം, യഥാർത്ഥ മൂല്യം 1300 മാത്രമേ
ആകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുകയും അതേസമയം നമ്മുടെ മുഖ്യമന്ത്രി ഒരു യാത്ര ചെയ്യുകയുമാണ്, വിനോദയാത്ര ചെയ്യുകയും എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് എത്രമാത്രം അവജ്ഞയാണ് ഉണ്ടാക്കുന്നത്. നികുതി നൽകുന്നതിന് എതിരായിട്ടുള്ള എത്രമാത്രം മനോഭാവമാണ് ഉണ്ടാക്കുന്നത്. ഇക്കാര്യം കണക്കിലെടുക്കുന്നതിൽ നമ്മുടെ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞാനിന്ന് മനസ്സിലാക്കുന്നത്. 1957 EMS മന്ത്രിസഭ എടുത്തൊരു തീരുമാനമുണ്ട്. മന്ത്രിമാരുടെ അലവൻസുകൾ കുറച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു. സഖാവ് EMS നമ്പൂതിരിപ്പാട് ഒരു തീരുമാനമെടുത്തത് നമുക്കറിയാം. പക്ഷേ ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അലവൻസുകൾ കുറയ്ക്കുകയോ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ അവരുടെ ശമ്പളമോ അലവൻസുകൾ കുറയ്ക്കുകയോ ആയിട്ടുള്ള യാതൊരുവിധ നടപടികളെക്കുറിച്ചും നാം കേട്ടിട്ടില്ല. നേരെ മറിച്ച് IAS അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശിക പൂർണ്ണമായും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെയൊക്കെ സന്തോഷിപ്പിക്കുകയാണ്. അതേസമയം സാധാരണ ജീവനക്കാരുടെ DA കുടിശ്ശിക ഏകദേശം 18% കൊടുക്കാനിരിക്കുകയാണ്. ഏപ്രിലിൽ ഒരു ഗഡു കൊടുക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് ഫലത്തിലായിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിലെ ഉളവായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വ്യാജമാണ്. അതിന് യാതൊരു വിധത്തിലുള്ള നീതീകരണവുമില്ല. ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന മനോഭാവം നികുതി നൽകുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ പൊതുസേവനങ്ങളെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ വിപരീത ഫലങ്ങൾ ഉളവാക്കും. അതാണ് ഏറ്റവും ദോഷകരമായ കാര്യം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ സാധാരണ ജനങ്ങൾ, സാധാരണ നികുതിദായകരുടെ മനോഭാവത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ ആ സമൂഹത്തെ ബാധിക്കും. അതാണ് ഇവിടുത്തെ കാതലായ വിഷയം.